ഇതാണ് കൈപ്പുഴ കൊട്ടാരം. ഈ കൈപ്പുഴ കൊട്ടാരത്തിന് പന്തളം ഈ രാജവംശം അല്ലെങ്കിൽ പന്തളം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് ഈ കൈപ്പുഴ കൊട്ടാരം എന്ന് പറയുന്നത്. ഈ കൈപ്പുഴ കൊട്ടാരത്തിന് അയ്യപ്പനും അതുപോലെ പന്തളം രാജവംശവും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം വേറൊന്നുമല്ല, നമ്മുടെ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ച ഒരു കൊട്ടാരമാണ് ഈ കൈപ്പുഴ കൊട്ടാരം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ദിവാൻ ഭരണകാലത്ത്, അതായത് 47-50 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ തിരുവിതാംകൂർ അപ്പോഴും ദിവാൻ ഭരണത്തിലായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ കണ്ടാലും അവരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് ദിവാൻ്റെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഈ ദിവാൻ ഭരണം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ആക്രമണങ്ങളും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതൊക്കെ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതായത് EMS ഉൾപ്പെടെയുള്ള EMS, അതുപോലെ MN ഗോവിന്ദൻ, അതുപോലെ അച്യുതമേനോൻ, അങ്ങനെയുള്ള ഈ തോപ്പിൽ ഫാസി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അഭയം കൊടുത്ത, അവർ ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞ ഒരു കൊട്ടാരമാണ് ഈ നമ്മുടെ കൈപ്പുഴ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈപ്പുഴ കൊട്ടാരത്തിൽ അവർ ഒളിവിൽ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ ജനാധിപത്യം അല്ലെങ്കിൽ തിരുവിതാംകൂർ ജനാധിപത്യത്തിലേക്ക് മാറി കേരളമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കമ്മ്യൂണിസ്റ്റുകാർ ആ ഒളിവിൽ കഴിഞ്ഞ ഇവിടെ നിന്നാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ പിന്നീട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആദ്യമായി ബാലറ്റിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടി കേരളത്തിൽ ഭരണത്തിൽ വരുന്നതും. അപ്പോൾ ഈ കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും ഇവിടെ അയ്യപ്പൻ്റെ ആ സമയത്ത്, അന്ന് അയ്യപ്പൻ വന്ന സമയത്ത് അയ്യപ്പനെ കാട്ടിൽ നിന്ന് കിട്ടി കൊണ്ടുവന്ന് അയ്യപ്പനെ വളർത്തിയ ഒരു കൊട്ടാരം കൂടിയാണിത്. അയ്യപ്പൻ കുളിച്ച കുളമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കമുള്ള കൊട്ടാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ആ കാലപ്പഴക്കത്തിൽ അതിന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ 800 വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേര് ഇവിടെ താമസിച്ചിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ അച്ചൻകോവിൽ ആറിൻ്റെ അക്കരെ ആണുങ്ങൾ, അതായത് ഭരണം നടത്തുന്നവരും ആ കോവിലിൻ്റെ അച്ചൻകോവിലിൻ്റെ ഇപ്പുറം ഉള്ള സ്ഥലത്താണ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കൊട്ടാരങ്ങളൊക്കെ അന്ന് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കൈപ്പുഴ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിൽ അന്നത്തെ പഴമയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നന്നങ്ങാടി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതൊരു 8 കെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടാരം 8 കെട്ടിലാണ് ഈ കൈപ്പുഴ കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ മുഴുവൻ അയ്യപ്പൻ്റെ ഇതാണ്, സാമീപ്യമാണ്. അയ്യപ്പൻ്റെ വിവിധ ഭാഗങ്ങളും ശരിക്കും അയ്യപ്പനെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അയ്യപ്പൻ കളിച്ചു വളർന്ന കൊട്ടാരമാണെന്ന് ഇതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത്. 8 കെട്ടാണ് ഈ കൊട്ടാരം ശരിക്കും പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അടുക്കള ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൊട്ടാരത്തിൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലത്തെ തന്നെ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അയ്യപ്പൻ കുളിച്ച് എന്ന് പറയുന്ന ആ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു ഭയങ്കര നല്ല രസമാണ് അത് കാണാനായിട്ട്. കാരണം ഒരു ഇരുണ്ട ഇതിലേക്ക് പോയി താഴേക്ക് പോയി ഇതിലൂടെ നമ്മൾ ഒരു ഗുഹ പോലൊരു സ്ഥലമാണ്. ഇതിലേക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ, നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു കുളത്തിൻ്റെ ആ തണുപ്പ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഈ കുളത്തിന് വേറെ വെളിയിൽ നിന്നുള്ള ഒരു എൻട്രൻസ്, ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിന്നൊരു എൻട്രൻസ് ഉണ്ട്. പക്ഷേ പുറത്തുനിന്ന് ആർക്കും ഇങ്ങനെ കൊട്ടാരത്തിനല്ലാതെ പുറത്തുനിന്ന് ആർക്കും ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ കുളം. ഇവിടെയാണ് അയ്യപ്പൻ കുളിച്ചു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്ന ആ കുളം ഇതാണ്. കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കുളം. ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണ്ട് 10 വർഷം മുമ്പ് വരെ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കൊട്ടാരങ്ങൾക്ക് സ്വന്തമായിട്ട് അവർ വീടുകളൊക്കെ പണിഞ്ഞപ്പോഴേ അവർ അങ്ങോട്ട് മാറിയത്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരു വാതിലുണ്ട്. അത് ഇതിനകത്ത് കയറുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇതുവഴി ഒരു വാതിൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ പന്തളം കൈപ്പുഴ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും കൈപ്പുഴ കൊട്ടാരം പന്തളം രാജവംശത്തിൻ്റെ ഒരു ചരിത്രം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ
കമ്മ്യൂണിസ്റ്റിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിലും നിർണായക പങ്ക് വഹിച്ച ഒരു കൊട്ടാരമാണ് കൈപ്പുഴ കൊട്ടാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.